ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഞായറാഴ്ചയായിരുന്നു അണിയർ പ്രവർത്തകർ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടത്. അതായത് ടൈറ്റിലോട് കൂടിയാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. പുതിയ ചിത്രത്തിന് ജനനായകൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതായത് അജിത്തിൻ്റെ തുനിവിന് ശേഷം എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ. അതായത് വിജയുടെ അവസാന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് ഇതിന്. 2025 അല്ലെങ്കിൽ 26 ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ വരുന്ന റൂമർ പ്രകാരം 2026 പൊങ്കലാണ് ഇവരുടെ ടാർഗറ്റ് എന്നാണ് പറയുന്നത്. ഏതായാലും 2026 തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരുന്നതും. അപ്പോൾ അതിന് മുന്നോടിയായി ചിത്രം റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ദളപതിയുടെ അവസാന ചിത്രമാണ്. അതിൻ്റെ ഒരു എമോഷൻ ഇതിലാണ് ഫാൻസ് എന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ വിജയുടെ അവസാന ചിത്രം പേരിടുന്നതിന് മുമ്പ് ദളപതി 69 എന്നായിരുന്നു. അപ്പോൾ ജനനായകൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് അതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ വിജയ് ഒരു സെൽഫി, അതായത് 2020 നെയ്വേലിയിൽ നടന്ന ആ ഒരു സംഭവം, അതായത് IT റെയ്ഡും കാര്യങ്ങളും പിന്നെ വിജയെ പിടിച്ചുകൊണ്ട് പോയതും അതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം ഷൂട്ടിംഗ് സ്പോട്ടിൽ മാസ്റ്റർ സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിൽ അദ്ദേഹം വാനിൻ്റെ പുറത്തേറി ആരാധകർക്കൊപ്പം നിൽക്കുന്നൊരു സെൽഫി, അത് വൻ രീതിയിൽ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ആ സെൽഫി മോഡലാണ് ഒരു ഫസ്റ്റ് ലുക്ക് അണിയർ പ്രവർത്തകർ പുറത്ത് വിട്ടിരിക്കുന്നത്. അതായത് വിജയ് ഇങ്ങനെ സെൽഫി എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു, പിറകിൽ ജനങ്ങളിങ്ങനെ നിൽക്കുന്നു, ജനനായകൻ എന്ന ടൈറ്റിലും അതോടൊപ്പം. അതാണ് ഫസ്റ്റ് ലുക്ക്. അതായത് രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞ് ഏതായാലും ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അങ്ങനെ ഒരു ടൈറ്റിലായിരിക്കും വരിക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. കാരണം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ടൈറ്റിലായിരിക്കും ഇടാൻ പോകുന്നത് എന്നാണ് ഉറ്റുനോക്കുക. കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നടന്മാർ അല്ലെങ്കിൽ ഉള്ള ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാന പടം എന്നത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു പടമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിലായിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ ആ ഒരു മോഡലാണ് വിജയും ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അതോടൊപ്പം സെക്കൻഡ് ലുക്ക് നോക്കുമ്പോൾ അതായത് ചാട്ടവാറ് കൊണ്ട് നിൽക്കുന്നൊരു ചിത്രം, വിജയുടെ ചാട്ടവാറ് കൊണ്ട് നിൽക്കുന്നൊരു ചിത്രം. ഇതും പൊളിറ്റിക്സ് അല്ലെങ്കിൽ സിനിമ പ്ലസ് പൊളിറ്റിക്സ് നോക്കുമ്പോൾ MGR, അതായത് മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം അവിടുത്തെ മുൻ സൂപ്പർ സ്റ്റാർ MGRൻ്റെ ആ ഒരു റെഫറൻസ് ആണ്. കാരണം MGRൻ്റെ ഞാനാണ് ഇട്ടാണെന്നുള്ളതിൽ അദ്ദേഹം ചാട്ടവാറൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സംഭവം, ആ ഒരു സീന്. അപ്പോൾ അത് അവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വിജയ് ചാട്ടവാറ, അതിലും ചാട്ടവാറൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ MGRനെ പോലെ തനിക്കും ഒരു എന്താ പറയുന്നത് പൊളിറ്റിക്സിൽ വിജയിക്കണമെന്ന രീതിയിലുള്ളൊരു ഇതാണ് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം കൊണ്ടും പൂർണ്ണമായും തൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവിക്ക് മുൻതൂക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ലൈഫിനെ കുറിച്ചാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ ജനനായകനിൽ ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ സെക്കൻഡ് ലുക്ക് ആയിക്കോട്ടെ എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ഇതിലേക്കാണ് അദ്ദേഹം ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും എല്ലാം അണിയർ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ അത് പുറത്ത് വിട്ടിരിക്കുന്നത്. ഏതായാലും 2026 അല്ലെങ്കിൽ 2025 അവസാനം അല്ലെങ്കിൽ 2026 പൊങ്കലിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. ഫസ്റ്റ് ദീപാവലി എന്ന് പറയുന്നു, ഇപ്പോൾ പൊങ്കൽ എന്ന് പറയുന്നു, അറിയില്ല. ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. ഏതായാലും ദളപതി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവസാന ചിത്രം എന്നത് വളരെ എമോഷണൽ ആണെങ്കിലും രാഷ്ട്രീയത്തിൽ അദ്ദേഹം കത്തിക്കയറുമോ എന്ന കാര്യത്തിൽ നോക്കി കാണേണ്ടതുണ്ട്. കാരണം 2026 അറിയുള്ളൂ. പേര് പോലെ തന്നെ അദ്ദേഹം ജനനായകനാകുമോ ഇല്ലയോ എന്ന് 2026 അറിയുവാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.